ഇവിടെ ഒരു പട്ടാള ക്യാമ്പിൽ ആൾക്കാരെ സെലക്ട് ചെയ്യുകയായിരുന്നു. ഇവിടെ സെലക്ട് ചെയ്യുന്ന രീതി തന്നെ വ്യത്യസ്തമായിരുന്നു. ആർക്കാണോ ഏറ്റവും കൂടുതൽ വലിപ്പമുണ്ടായിരുന്നത് അവരെയായിരുന്നു അവർക്കാവശ്യം. പക്ഷേ അവരെ വെച്ച് സൂഹിക്കുക എന്നതായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ അവരുടെ ഷർട്ടൊക്കെ ഊരി ആർക്കാണോ ഏറ്റവും വലിപ്പമുള്ളത് അവരെ അവിടെ നിന്ന് അവർ കൂട്ടിക്കൊണ്ടു പോകും. അതിനുശേഷം അവരെ വെച്ച് നന്നായി രണ്ടുപേരും സൂഹിക്കും. ഇങ്ങനെ ഇവർ വലിപ്പം നോക്കി ഓരോരുത്തരെയായി മാറി മാറി ഉപയോഗിച്ചു. ഇപ്രാവശ്യം അവർ വ്യത്യസ്തമായ ഒരു ടെസ്റ്റാണ് ചെയ്തത്. എല്ലാവരെയും തുണിയഴിപ്പിച്ച് നിർത്തിയ ശേഷം വലിയൊരു സൈസുള്ള ബ്രാ എടുത്ത് അത് ആർക്കാണോ കൂടുതൽ ചേരുന്നത് അവരെ കൂട്ടിക്കൊണ്ടു പോവുക. അവസാനം ഈയൊരു പെണ്ണിന് ആ ബ്രാ കൊടുത്തപ്പോൾ അത് നന്നായി കറക്റ്റാവുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ സൈസുള്ള ഒരാളെ കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ അവളെയും കൂട്ടി റൂമിലേക്ക് പോയി. എന്നാൽ അവൾക്ക് അത്യാവശ്യം അടിതടവുകൾ അറിയാവുന്നതുകൊണ്ട് അവർക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ അയാളുടെ മർമ്മത്ത് തന്നെ നല്ലൊരു പണിയും കൊടുത്ത് അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സമയത്താണ് അവരുടെ മേലുദ്യോഗസ്ഥ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവർ ചെല്ലുമ്പോൾ കാണുന്നത് ഇവർ ഉപദ്രവിക്കാൻ നോക്കിയ അതേ സ്ത്രീയാണ്. അവർ രണ്ടുപേരും ആകെ ഷോക്കായിപ്പോയി. അവർക്കൊരു പരാതി കിട്ടിയതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു വേഷം കെട്ടി അവിടെ വന്നത്. അങ്ങനെ അവർക്ക് അവരുടെ ജോലിയും നഷ്ടമായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇതിൽ ആരുടെ ഭാഗത്താണ്? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്